कभी भी नहीं हुआ। ट्रेलर का मकसद क्या होता है? व्हाट इज द मोटिव ऑफ द ट्रेलर कि आपको पिक्चर की वाइब दी जाए। अंबासिडर कार, द अंबासिडर कार फुले उन्होंने काम बहुत अच्छा किया, लेकिन आपको कैरेक्टर के फ्रिक्शन से भी ज्यादा जो लोगों का दिल जीत रही है, लोगों का प्यार में बिलीवेबल है, अनइमेजिनेबल है और நடிச்சு தருண் இயக்கத்துல படம் வெளிவந்திருக்கு. Single Malayalam film can define why Mohanlal is a complete actor. മൂവി എൻ്റെ രണ്ടാമത്തെ റിവ്യൂ ആണ്. ഞാൻ ആദ്യം നമ്മളെ പഞ്ചായത്ത് ചെട്ടിയില്ലേ, അതിൻ്റെ വീഡിയോ ആക്കിയിട്ട് എല്ലാവരും കാണാൻ പറഞ്ഞു. അത് നല്ല പോയി കേട്ടാ വീഡിയോ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഫാമിലി ആയിട്ട് പോയിട്ട് മൈസൂരിൽ നിന്ന് കണ്ടത്. ഞാൻ ഒരു സിനിമക്കായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ കുറവാണ്. മോശമില്ല, നല്ല മൂവിയാണ്. ഞങ്ങൾക്ക് അതല്ല അത്ഭുതം. ആ ഫസ്റ്റ് വന്ന ഹീറോ ജോർജ് സർ, അതായത് സർക്കിൾ ഇൻസ്പെക്ടർ, ആ ഫീല് വരുന്നതായി. ഞാൻ ഇന്ന് ഈ വീഡിയോ ആക്കാൻ കാരണം തന്നെ ഞാൻ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് 2 ദിവസമായി. എനിക്ക് വേറെ അത്ര ഫീലാകുന്നില്ല. എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും ആ ജോർജ് സാറിനെ കുറിച്ചിട്ടാണ് സംസാരം. ജോർജ് സാറ് ആ വില്ലനെന്ന് അറിയുന്നേ ഇല്ലല്ലോ, അത്ര ഒരു ഇതല്ലേ കഥ. നല്ല കൊണ്ടുപോയി. ഇനി 5 സ്റ്റാറിൽ ഞാൻ 4.5 സ്റ്റാർ കൊടുക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ 1/2 സ്റ്റാർ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എല്ലാം ഓക്കെ, ഫാമിലി സ്റ്റോറി എല്ലാം ഓക്കെ, അടിപൊളി, അത്യാവശ്യം അതെല്ലാം ഓക്കെ. ഒരു 6 ആളെ ഒന്നിച്ചിട്ട് അടിച്ചു കളഞ്ഞു. ഒരു 6 പോലീസും പിന്നെ SIയും കൂടി 7 ആളെ ഒന്നിച്ചിട്ട് അടിച്ച്. അത് മറ്റേ രജനി സ്റ്റൈലിൽ ഗ്ലാസ് ഒന്ന് തെറിച്ചിട്ട് പോകുന്ന ആ ഒരു ചെറിയൊരു പാർട്ട്, ആ ഒരു അടിൻ്റെ പാർട്ട് ഒഴിക്കുക. ബാക്കിയെല്ലാം 2 ആൾ മാത്രം അപ്പുറം ഇപ്പുറം ഫൈറ്റ് ആക്കുന്നത്. പിന്നെ മോഹൻലാൽ മുമ്പേ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു എന്നുള്ള ആ സ്റ്റോറി മുമ്പേ കൊണ്ടുവന്നു, അതും ഓക്കെ. പക്ഷെ ആ ജോർജ് സാറിൻ്റെ ആ സീക്രട്ട് വെച്ചത് ഞാൻ പൊളിക്കൂല കേട്ടോ. എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം. നല്ലൊരു മൂവി. ഞാൻ കുറേ ഫിലിമിൻ്റെ ഒന്നും അങ്ങനെ പറയില്ല. ഇത് ഞാൻ ആദ്യം നോക്കിയതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ജോർജ് സാറിൻ്റെ ആ ഇത് മുഖം ഇങ്ങനെ വരികയാണ്. ആ ഒരു വില്ലൻ കഥാപാത്രം, ഒരു ഭാവിയിൽ വലിയൊരു വില്ലനും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഹീറോ ആകാനും എല്ലാം സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു വില്ലൻ, എന്താ പറയുക, സ്വീറ്റ് വില്ലൻ അല്ലേ, അങ്ങനെ പറയാം. ഒരു നല്ലൊരു വില്ലനെ കിട്ടിയട്ട. എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം. ചീത്ത വാക്കൊന്നുമില്ല, നല്ല സ്റ്റോറിയാണ്, നല്ല വൃത്തിക്ക് കൊണ്ടുപോയി. അതല്ല ഈ ഇന്ത്യക്കാർ പറയുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ വരണമെന്ന്. ഒരു സിനിമ പിന്നെ ട്രailer പോലും കാണിക്കാതെ അതിനെ ഇന്ത്യയിൽ വരുത്തണമെന്ന് പറഞ്ഞെങ്കിൽ എന്ത് സംഭവം, ഒരു സംഭവമാണല്ലോ. ഇന്ത്യയിൽ കൊണ്ടുവരണം, പെട്ടെന്ന് കൊണ്ടുവരണം, അങ്ങനെ ഇങ്ങനെയാന്ന് കുറേ ആൾ പറയുന്നത്. തമിഴിൻ്റെ റിവ്യൂ ഉണ്ട്, പിന്നെ തെലുങ്കിൽ ഡബിങ് ആയിട്ട് വന്ന് കാണുന്നത്. മോശമില്ല കേട്ടോ, നല്ല ഒരു സംഭവമാണ്. പറ്റുന്ന ആൾ പോയിട്ട്